നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് മത്സര പരീക്ഷകൾ ആവർത്തിക്കുന്ന ചോദ്യോത്തരങ്ങൾ പാർട്ട് 5. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. കേരളത്തിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ ഗ്രാമീണ മേഖലയിൽ എത്ര സ്ക്വയർ കിലോമീറ്ററിൽ സേവനം ലഭ്യമാക്കുന്നു? 40 കിലോമീറ്റർ. പ്ലൂട്ടോ സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയമെത്ര? 248 വർഷങ്ങൾ. ഷോളയാർ ജലവൈദ്യുത പദ്ധതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചാലക്കുടി പുഴ. കൃഷ്ണദേവരായൻ്റെ ഭരണകാലം 1509 മുതൽ 1530 വരെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങിയ വർഷം AD 1600. ജഹാംഗീർ ചക്രവർത്തിയുടെ സദസ്സിലെ ബ്രിട്ടീഷ് അംബാസഡർ തോമസ് റോ. ഹർഷവർദ്ധനൻ്റെ തലസ്ഥാനമായ നഗരം കനൗജ്. ഗ്ലോബലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഡിസ്കണ്ടൻസ് എന്ന വിവാദ പുസ്തകം രചിച്ച സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാന ജേതാവ് ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ്. പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങൾക്കായുള്ള ചരിത്രപ്രധാനമായ ഉച്ചകോടി നടന്ന അഖാബ് ഏത് രാജ്യത്തിലാണ്? ജോർദാൻ. 2003 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് KJ യേശുദാസ്. കറൻസിയുടെ ഡീവാല്യുവേഷൻ ആർക്കാണ് ഗുണം ചെയ്യുന്നത്? കയറ്റുമതിക്കാർക്ക്. അയൽക്കാർ എന്ന കൃതി എഴുതിയത് P. കേശവദേവ്. സ്വീ പദ്ധതി എന്തിനെ സംബന്ധിച്ചുള്ളതാണ്? അഭ്യസ്ത വിദ്യർക്ക് സ്വയം തൊഴിൽ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് തലസ്ഥാനം മാറ്റിയതാര്? മുഹമ്മദ് ബിൻ തുഗ്ലക്. ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തിയ വർഷം 1930. ശിവജിക്ക് ഛത്രപതി സ്ഥാനം കിട്ടിയ വർഷം 1674. സിഖുകാരുടെ വിശുദ്ധ നഗരം അമൃത്സർ സ്ഥാപിച്ചത് ഗുരു രാംദാസ്. ധീര വിപ്ലവകാരി ഷഹീദ് ഭഗവത് സിംഗിനെ തൂക്കിലേറ്റിയ ദിവസം 1931 മാർച്ച് 23. പ്രധാനം അതിൻ്റെ ചോദനത്തെ സൃഷ്ടിക്കുന്നു എന്ന കമ്പോള നിയമം ഉണ്ടാക്കിയ സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതൻ JB സേൻ. ഡൽഹിയെ ഇന്ത്യയുടെ തലസ്ഥാനമാക്കിയ വർഷം 1911. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എവിടെയാണ് തുടങ്ങിയത്? മീററ്റ്. സാർസ് രോഗം ബാധിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ? ശ്വാസകോശം. ഇന്ത്യയിൽ കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആസം. ലോക്സഭയിലും രാജ്യസഭയിലും അംഗമാകാതെ കേന്ദ്രമന്ത്രിയായി തുടരാൻ അനുവദനീയമായ കാലം 6 മാസം. പഞ്ചായത്ത് രാജ് നിയമം കൊണ്ടുവന്നത് ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെ? 73-ാം ഭേദഗതി. ഭക്തി പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്നവർ കബീർ, രാംദാസ്, രാമാനന്ദ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എഴുതിയത് ദാദാഭായ് നവറോജി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷം 1956. ഇന്ത്യക്ക് വേണ്ടി PT ഉഷ ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് മീറ്റിൽ ആദ്യത്തെ ഗോൾഡ് മെഡൽ നേടിയ വർഷം 1982. കേരളത്തിൻ്റെ മൊത്തം വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം 900 മീറ്റർ. ബുദ്ധമതം പ്രചരിപ്പിച്ച ഇന്ത്യൻ ചക്രവർത്തി അശോകൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. ഹാരപ്പ മോഹൻജദാരോ സംസ്കാരം കണ്ടെത്തിയ പുരാവസ്തു ഗവേഷകൻ ജോൺ മാർഷ്വൽ. ഇന്ത്യയിലെ ആദ്യത്തെ കരസേനാ മേധാവി ജനറൽ കരിയപ്പ. തമിഴ്നാട്ടിൽ പോട്ട അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാവ് വൈക്കോ. പ്രസിഡന്റിന് രാജ്യസഭയിലേക്ക് എത്ര പേരെ നിർദ്ദേശിക്കാം? 12.
2002 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ APJ അബ്ദുൽ കലാമിനെതിരെ മത്സരിച്ച പ്രതിപക്ഷ സ്ഥാനാർത്ഥി ലക്ഷ്മി സൈഗാൾ. നേപ്പാൾ കൊട്ടാരത്തിലെ കൂട്ടക്കൊലയിൽ വധിക്കപ്പെട്ട രാജാവ് വീരേന്ദ്ര. ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സ്. ഏത് നദീതീരത്ത് വച്ചാണ് അലക്സാണ്ടറും പൂരുവും തമ്മിൽ യുദ്ധം നടന്നത്? ചലം. ഹരിപ്രസാദ് ചൗരസ്യ പ്രസിദ്ധനായത് ഏതിനത്തിൽ? പുല്ലാങ്കുഴൽ. ഭാരതരത്നം ബഹുമതി ലഭിച്ച ആദ്യത്തെ വിദേശി? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ചാരുലത എന്ന സിനിമ സംവിധാനം ചെയ്തത് സത്യജിത്ത് റേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സോഷ്യലിസം ലക്ഷ്യമാക്കി അംഗീകരിച്ചത് എവിടെ വച്ച് കൂടിയ സമ്മേളനത്തിലാണ്? ആവടി. പിന്നോക്ക സമുദായക്കാർക്ക് കേന്ദ്ര സർക്കാർ സർവീസിൽ സംവരണം ഏർപ്പെടുത്തിയത് ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ? മണ്ഡൽ കമ്മീഷൻ. ഇന്ത്യ ആദ്യമായി അണുവിസ്ഫോടനം നടത്തിയത് 1974. ഡൽഹിയിലെ ചുവപ്പുകോട്ട നിർമ്മിച്ചത് ഷാജഹാൻ. വിളർച്ച ഉണ്ടാകുന്നത് എന്തിൻ്റെ കുറവ് കാരണമാണ്? ഇരുമ്പ്. കണ്ണിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ജീവകം എ. മനുഷ്യ ശരീരത്തിൽ ആകെയുള്ള അസ്ഥികളുടെ എണ്ണം 206. എൻഡോസൾഫാൻ എന്ന കീടനാശിനി രോഗം വിതച്ചത് ഏത് ജില്ലയിൽ? കാസർഗോഡ്. രക്തം കട്ടപിടിക്കാതാക്കുന്ന രോഗം ഹീമോഫീലിയ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. സാർസ് എന്ന രോഗം പകരുന്നത് എങ്ങനെ? വായുവിലൂടെ. ലോകത്ത് ഏറ്റവും അധികം ക്ഷയരോഗികൾ ഉള്ള രാജ്യം ഇന്ത്യ. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം പാൻക്രിയാസ്. കാവേരി നദീജല തർക്കം പ്രധാനമായും ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കർണാടകം, തമിഴ്നാട്. ഇന്ത്യയിൽ ആളോഹരി വരുമാനത്തിൽ ഏറ്റവും മുന്തിയ സംസ്ഥാനം പഞ്ചാബ്. ഭൂമിയുടെ അച്ചുതണ്ട് എത്ര ഡിഗ്രി ചരിഞ്ഞാണ് എന്നാണ് സങ്കല്പം? 23 ഡിഗ്രി. ഈ നൂറ്റാണ്ടിലെ പ്രമുഖ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കപിൽ ദേവ്. ന്യൂയോർക്കിലെ ലോക വ്യാപാര കേന്ദ്രം ഭീകര ആക്രമണത്തിന് വിധേയമായത് 11/9/2001. കൊല്ലവർഷം ആരംഭിച്ചത് ആരുടെ കാലത്ത്? രാജശേഖരവർമ്മ. തുഞ്ചൻ പറമ്പ് ഏത് ജില്ലയിലാണ്? മലപ്പുറം. കേരളത്തിൽ ഏത് സ്ഥലത്ത് നിന്നാണ് 1000ഓളം വർഷം പഴക്കമുള്ള കപ്പൽ കണ്ടെത്തുന്നത്? തൈക്കൽ. തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. കാവേരിയുടെ ഒരു പോഷകനദി കേരളത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഏതാണത്? കബനി. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ പ്രതിമ എവിടെയാണ് സ്ഥാപിച്ചത്? തിരുവനന്തപുരം. മലയാള മനോരമ പത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപർ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. രാജ്ഘട്ട് ഏത് നദിയുടെ തീരത്താണ്? യമുന. ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടി യന്ത്രം 1556 സ്ഥാപിക്കപ്പെട്ടത് ഗോവ. ആയുർവേദ ചികിത്സാ സിദ്ധാന്തങ്ങൾ അടങ്ങിയിട്ടുള്ള വേദം അഥർവവേദം. പിസയിലെ ചരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോപുരം ഏത് രാജ്യത്തിലാണ്? ഇറ്റലി. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ഒട്ടകത്തിൻ്റെ ഓരോ കാലിലും എത്ര വിരലുകൾ ഉണ്ട്? 2. ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. റബ്ബർ പാൽ ഖരീഫവിക്കാൻ വേണ്ടി ചേർക്കുന്ന ആസിഡ് ഫോർമിക് ആസിഡ്. സർവോദയ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായണൻ. കൊല്ലം ജില്ലയിലെ നീണ്ടകര, ചവറ, കോവിൽത്തോട്ടം എന്നീ സ്ഥലങ്ങൾ എന്തിന് പേരുകേട്ടതാണ്? ഇൽമനൈറ്റ് മോണോസൈറ്റ്. 2ാം മില്ലേനിയത്തിലെ അവസാനത്തെ ദിവസം 31 ഡിസംബർ 2000. പഞ്ചായത്ത് രാജ് ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. ഇപ്പോൾ മെസപ്പൊട്ടോമിയ രാജ്യത്തിൻ്റെ നാമം ഇറാഖ്. ഏത് തമിഴ് കൃതിയിലാണ് റോമൻ സാമ്രാജ്യവുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ പറ്റി വർണ്ണിച്ചിരിക്കുന്നത്? ജീവക ചിന്താമണി. ദ ഇന്ത്യൻ സ്ട്രഗിൾ
ആരുടെ ആത്മകഥയാണ്? സുഭാഷ് ചന്ദ്രബോസ്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എവിടെയാണ്? ഉത്തരാഞ്ചൽ. തുളു ഭാഷ ഇന്ത്യയിൽ ഏത് പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർ സംസാരിക്കുന്നു? കാക്കിനഡ. കേരളത്തിൽ എവിടെയാണ് പുകയില കൃഷി ചെയ്യുന്നത്? കാസർഗോഡ്. ഫട്നഗർ അവാർഡ് ഏത് മേഖലയുടെ ശ്രേഷ്ഠതയ്ക്ക് നൽകുന്നു? ശാസ്ത്രം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏഞ്ചൽ വെനസ്വെല. വൈറസ് പരത്തുന്ന ഒരു രോഗം ചിക്കൻ പോക്സ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖ. സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാവയലറ്റ് തരംഗങ്ങളെ വലിച്ചെടുക്കാൻ ശേഷിയുള്ള അന്തരീക്ഷ വായുവിലെ ഘടകം ഓസോൺ. രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചത് 1945 ഓഗസ്റ്റ് 14. നീല വിപ്ലവം എന്തിനെ സൂചിപ്പിക്കുന്നു? മീൻപിടുത്ത വ്യവസായം. ഒരു മൈൽ എത്ര കിലോമീറ്റർ? 1.609 കിലോമീറ്റർ. മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യത്തെ ലോഹം ചെമ്പ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ പദ്ധതി. കേരള സംഗീത നാടക അക്കാദമി ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.